ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 51ാമത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുൻപായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് ആശ്വാസകരമായ ഒരു കാര്യം പവർ ടീമിൽ വന്ന മാറ്റം മാത്രമാണ്. പവർ ടീമിൽ നിന്നും ഗബ്രിയും ഋഷിയും പുറത്തു പോവുകയും സംവാദം ടാസ്കിലൂടെ വിജയിച്ച് സായിയും നന്ദനയും പവർ ടീമിൽ കയറുകയും ചെയ്തു. പവർ ടീമിലെ ആളുകൾ മാറി എന്ന് കരുതി പവർ ടീമിലെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം. മത്സരാർത്ഥികൾ പരസ്പരം ടാസ്ക് സമയത്ത് സാർ മാഡം എന്ന് വിളിക്കണം എന്നൊരു മാറ്റമാണ് അവർ വലിയൊരു മാറ്റമാക്കി അവതരിപ്പിച്ചത്. ഈ നാട്ടിൽ നിന്ന് തന്നെ സാർ മാഡം എടുത്തു കളയാൻ സമയമായി നിൽക്കുമ്പോഴാണ് ബിഗ് ബോസിലെ സാർ മാഡം എന്ന ഒരു മാറ്റം പവർ ടീം കൊണ്ടുവരുന്നത്. പവർ ടീം എന്നൊരു ടീം ഇല്ലായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് ഷോ കുറേ കൂടി വിജയകരമായേനെ. ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 നശിപ്പിക്കുന്നത് തന്നെ പവർ ടീം ആണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. രതീഷ് അവിടെ ഗസ്റ്റായി എത്തിയതാണ് എന്നൊരു ക്ലാരിറ്റി ബിഗ് ബോസിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞു എന്നതും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സംഭാവനയാണ്. രതീഷ് എൻ്റർടൈൻമെൻറ്റിനായി കുറച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട് എങ്കിലും ഗസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊന്നിനും ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്യുന്നില്ല. എങ്കിലും ക്യാമറ ജാസ്മിൻ്റെയും ഗബ്രിൻ്റെയും നേർക്ക് നിന്നും മറ്റ് കണ്ടസ്റ്റൻസിൻ്റെയും നേർക്ക് തിരിഞ്ഞു എന്നത് ഒരു സമാധാനമായി തോന്നുന്നു. പവർ ടീം സെലക്ഷന് ശേഷം അടുത്ത ആഴ്ചയിലേക്കുള്ള നോമിനേഷനാണ് നടന്നത്. പവർ ടീമിൻ്റെ ഡയറക്റ്റ് നോമിനേഷൻ ജാസ്മിനാണ് ലഭിച്ചത്. ജാസ്മിനെ കൂടാതെ അടുത്ത വീക്കിലെ നോമിനേഷനിൽ വന്നവർ സിജോ, അർജുനൻ, നോറ, ഋഷി, ജിൻഡോ, ഗബ്രി, അൻസിബ, അഭിഷേക്, ശ്രീകുമാർ എന്നിവരാണ്. ശരിക്കു പറഞ്ഞാൽ പുറത്തേക്ക് പോകാൻ അർഹതയുള്ള ആരും തന്നെ നോമിനേഷനിൽ പോലും എത്തിയിട്ടില്ല. നാളെ മുതൽ ടാസ്കുകൾ കളിക്കുമ്പോൾ എല്ലാ പേരും കളിക്കണം എന്ന അറിയിപ്പും പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുന്നതാണ്. കുറച്ച് പേർ ഗെയിം കളിക്കുമ്പോൾ കുറേ പേർ നോക്കി നിൽക്കുന്ന രീതി ഗെയിമിൻ്റെ വീര്യത്തെ തന്നെ കുറയ്ക്കുന്നു. ഗെയിമിൽ ഒക്കെ ഒരു മാറ്റം ഉണ്ടാവുമ്പോഴെങ്കിലും ബിഗ് ബോസ് ഷോയ്ക്കും ഒരു മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർ ആകെ മടുത്തിരിക്കുന്ന ഈ അവസ്ഥയിലാണ് ബിഗ് ബോസ് ഷോയെ ചൊല്ലി പുറത്തു നടക്കുന്ന വിവാദങ്ങൾ. ഈ വിവാദങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ബിഗ് ബോസ് ടീമിന് ഉണ്ട്. അത് പരിഹരിച്ചിട്ട് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ പ്രേക്ഷകർക്ക് ഈ ഷോയോടുള്ള ഒരു വിശ്വാസ്യതയും സ്നേഹവും നിലനിൽക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഷോയ്ക്ക് അവർ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുമുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം ഈ വിവാദങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ, കഴമ്പുണ്ടോ, ഈ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ആത്മാർത്ഥമായി അന്വേഷിച്ച് അതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം. അല്ലാതെ അത് പറയുന്നവരെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് നേരെ അമ്പുകളെയ്യാതെ അതിൽ എന്താണ് സത്യം എന്ന് അന്വേഷിച്ച് അതിനൊരു പരിഹാരം തീർച്ചയായും ഉണ്ടാക്കണം. നാളെ നല്ലൊരു ടാസ്ക് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ആ ടാസ്കിൽ വിജയിക്കുന്ന ആളാവും ക്യാപ്റ്റൻ എന്നും ആ ക്യാപ്റ്റനാവും അടുത്ത പവർ ടീമിനെ നിശ്ചയിക്കുന്നത് എന്നും ബിഗ് ബോസ് അറിയിക്കുന്നുണ്ടായിരുന്നു. പവർ ടീമിനെ വിടാനുള്ള ഒരു ഉദ്ദേശവും ബിഗ് ബോസിന് ഇല്ല എന്ന് മനസ്സിലായി. തുടങ്ങിപ്പോയില്ലേ എന്ന് വിചാരിച്ച് ഈ പവർ ടീമിനെ ഇങ്ങനെ ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. പവർ ടീമിനെയൊക്കെ പിരിച്ചു വിട്ട് ഒരു എല്ലാവർക്കും തുല്യ നീതിയും തുല്യ പങ്കാളിത്തവും ലഭിക്കുന്ന ഗെയിമാക്കി ഈ ഷോ കൊണ്ടുപോയാൽ കുറേ കൂടി ഉയരങ്ങളിലെത്താൻ ഇതിന് സാധിക്കും. ഗെയിം എപ്പോൾ വേണമെങ്കിലും മാറ്റി പിടിക്കാവുന്നതാണ് ബിഗ് ബോസ് ടീമിന്. അല്ലാതെ അതിൽ നാണക്കേടെന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പവർ റൂം നോമിനേഷനിൽ നിന്നും ഒളിച്ചു നിൽക്കാനുള്ള ഒരു റൂം മാത്രമായി മാറിയിരിക്കുന്നു. അതിനും പുറമെ ഒരു ക്യാപ്റ്റനും. എന്തിനാണാവോ ഇങ്ങനെ ഒരു ക്യാപ്റ്റനും പവർ റൂമും പവർ ടീമും ഒക്കെ. അതുകൊണ്ട് ആ റൂമൊക്കെ പൂട്ടിക്കെട്ടി താക്കോലൊക്കെ കൊണ്ട് ബിഗ് ബോസ് പോയിട്ട് എല്ലാവരെയും കളത്തിലേക്ക് ഇറക്കുക ഗെയിം കളിക്കാൻ. കുറച്ച് പേർക്കുള്ള ഒളിത്താവളമായി ആ പവർ റൂമിനെ മാറ്റാൻ ബിഗ് ബോസ് തന്നെ അവസരം നൽകാതിരിക്കുക എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ പവർ റൂമാണ് ഈ ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും വലിയ ശാപം. പവർ ടീമും പവർ റൂമും അടച്ചെടുക്കുമ്പോൾ തന്നെ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 വളരെ നല്ലൊരു സീസണായി മാറാൻ സാധ്യതയുണ്ട്. അതിന് തുരങ്കം വയ്ക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ്. ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യം മുതൽ തന്നെ
തുരങ്കം വച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ്, ബിഗ് ബോസ് ടീം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ടീമിലാണ് ആദ്യം മാറ്റം വരുത്തേണ്ടതും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതും. വെറുതെ നാട്ടുകാരുടെ തെറിവിളി കേൾപ്പിക്കാൻ വേണ്ടി മാത്രം അവതാരകൻ എന്ന നിലയിൽ ശനിയും ഞായറും ലാലേട്ടനെ വിളിച്ച് വരുത്തി അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ലാലേട്ടന് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ലാലേട്ടൻ്റെ ഒരു പ്രേക്ഷകർക്കിടയിലുള്ള പിന്തുണയും കൂടി ആലോചിച്ച് വേണം ലാലേട്ടൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാൻ. അല്ലാതെ വെറുതെ ജനങ്ങൾക്ക് ലാലേട്ടനെ ഇട്ട് കൊടുക്കരുത് എന്നൊരു അപേക്ഷ കൂടി ഉണ്ട്. ഇനിയെങ്കിലും ഷോയിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.